നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ പ്രധാനമായും രണ്ട് സൈനിങ്ങുകൾക്കാണ് സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് മുൻഗണന നൽകിയിരുന്നത്. അതിലൊരു സൈനിങ് കിലിയൻ എംബപ്പയുടേതാണ്. അത് അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് PSG-യിൽ നിന്നാണ് എംബപ്പയെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു താരം ലെനി യോറോയാണ്. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഈ താരം ഫ്രഞ്ച് ക്ലബ്ബായ ലില്ലിക്ക് വേണ്ടിയായിരുന്നു ഇതുവരെ കളിച്ചിരുന്നത്. കേവലം 18 വയസ്സ് മാത്രമുള്ള ഈ സെന്റർ ബാക്ക് താരത്തിന് വേണ്ടി നേരത്തെ തന്നെ റയൽ മാഡ്രിഡ് ശ്രമങ്ങൾ നടത്തിയിരുന്നു. ലില്ലിയുമായി ഒരു വർഷത്തെ കരാർ മാത്രമാണ് യോറോക്ക് ഇപ്പോൾ അവശേഷിക്കുന്നത്. അദ്ദേഹത്തിന് റയൽ മാഡ്രിഡിലേക്ക് പോകാനായിരുന്നു താല്പര്യം. പക്ഷെ ചെറിയ തുകയായിരുന്നു റയൽ മാഡ്രിഡ് ലില്ലിക്ക് ഓഫർ ചെയ്തിരുന്നത്. അത് സ്വീകരിക്കാൻ ഈ ഒരു ഫ്രഞ്ച് ക്ലബ്ബ് തയ്യാറായിരുന്നില്ല. ഈ സമയത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 60 മില്യൺ യൂറോയുടെ ഓഫർ നൽകിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നത്. ഈ ഓഫർ ലില്ലി സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല, താരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടുകൂടി യോറോ റയൽ മാഡ്രിഡിനെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു ഡീൽ പൂർത്തിയായി എന്നുള്ള കാര്യം ഫാബ്രിസിയോ റൊമാന അടക്കമുള്ളവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മികച്ച ഒരു താരത്തെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. താരത്തെ നഷ്ടമായതോടുകൂടി റയൽ മാഡ്രിഡ് സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് മറ്റു താരങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ബോലോഗ്ന സ്ട്രൈക്കറായ ജോഷുവ സിർക്സിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കിയിരുന്നു. ഇതിനോടകം തന്നെ 2 മികച്ച യുവതാരങ്ങളെ അവർ ഇപ്പോൾ തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.